കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിപണിയിലെ ഗതിവിഗതികളെ ഈ മാറ്റങ്ങൾ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. വരും നാളുകളിലും ഈ മാറ്റങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമോ? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും വർക്ക് ഫ്രം ഹോമും ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ അതുവരെ ഉണ്ടായിട്ടില്ലാത്ത സ്ഫോടനാത്മകമായ വളർച്ചയുണ്ടാക്കി. 2020 മാർച്ചിൽ 4 കോടിയായിരുന്ന ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പോൾ 20 കോടിക്ക് അടുത്താണ്. 5 വർഷത്തിൽ 5 മടങ്ങ് വർധന. സാധാരണഗതിയിൽ പതിറ്റാണ്ടുകളിൽ സംഭവിക്കേണ്ട വർധനവാണ് 5 വർഷ കാലയളവിൽ ഉണ്ടായത്. ട്രേഡിംഗ് അക്കൗണ്ടുകളിലുണ്ടായ ഈ സ്ഫോടനാത്മകമായ വളർച്ച ഒരു ആഗോള പ്രതിഭാസമാണെന്നത് ശ്രദ്ധേയമാണ്. വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും കൂടുതൽ പേർ ഓഹരി വിപണികളിലേക്ക് വരുന്നു. ഇവിടെ ഒരു ജനറേഷണൽ ഷിഫ്റ്റ്, തലമുറ മാറ്റം തന്നെ പ്രകടമാണ്. ഇന്ത്യയിൽ മൊത്തം നിക്ഷേപകരിൽ ഇപ്പോൾ 40% 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. പഴയ തലമുറ ഭൂരിഭാഗവും സേവേഴ്സ് ആയിരുന്നു, പ്രധാനമായും ബാങ്കുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തവർ. എന്നാൽ ഇപ്പോഴത്തെ തലമുറ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർക്ക് 6-7% പലിശ ലഭിക്കുന്ന ബാങ്ക് നിക്ഷേപത്തിൽ താല്പര്യമില്ല. കൂടുതൽ മികച്ച റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിലാണ് താല്പര്യം. ദിസ് ട്രാൻസിഷൻ ഫ്രം സേവേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഈസ് എ ഹ്യൂജ്ലി ഇമ്പോർട്ടൻറ്റ് structural shift, and this is impacting the behavior of the stock market. Let me explain. കോവിഡിന് ശേഷമുള്ള വിപണിയുടെ മൂവ്മെന്റിൽ ഒരു പ്രത്യേകതയുണ്ട്. എവറി ഡിപ്പ് ഈസ് ഗെറ്റിംഗ് ബോട്ട്. വിപണിയിൽ താഴ്ചയുണ്ടാകുമ്പോഴൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വാങ്ങുന്നു. ഉയർന്ന വാല്യുവേഷൻ കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നത് മുഴുവൻ, പലപ്പോഴും അതിലധികം DIIs വാങ്ങുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള പണമൊഴുക്ക്, പ്രത്യേകിച്ച് SIPകളിലൂടെ വലിയ തോതിൽ വാങ്ങൽ നടത്താൻ DIIsനെ ശക്തരാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, റീറ്റെയിൽ ഇൻവെസ്റ്റർ ബൈയിങ് ഡയറക്ട്ലി ആൻഡ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് ഈസ് ഇമ്പാർട്ടിംഗ് റെസിലിയൻസ് ടു ദ മാർക്കറ്റ്. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്തൂസിയാസം ശക്തരായ ഹെഡ്ജ് ഫണ്ടുകളെ പോലും മുട്ടുകുത്തിച്ച സംഭവം അമേരിക്കയിലുണ്ടായി. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗെയിം സ്റ്റോപ്പ് ഓഹരിയിൽ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, സ്മോൾ ഇൻവെസ്റ്റർ, റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്തൂസിയാസം വിപണിയിലെ താഴ്ചകളുടെ ദൈർഘ്യം ഗണ്യമായി കുറച്ചിട്ടുണ്ട്. മുമ്പ് യുദ്ധം പോലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് വിപണികളിൽ വലിയ തകർച്ചയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കറക്ഷൻസ്, താഴ്ചകൾ താൽക്കാലികം മാത്രമാണ്. എവറി ഡിപ്പ് ഈസ് ക്വിക്ക്ലി ഗെറ്റിംഗ് ബോട്ട്. സെൻസെക്സിന്റെ 45 വർഷ ചരിത്രമെടുത്താൽ 10 വർഷങ്ങളിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് റിട്ടേൺസ് വൺസ് ഇൻ എവറി 4.5 ഇയേഴ്സ്. എന്നാൽ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒരു വർഷം പോലും നെഗറ്റീവ് റിട്ടേൺ ഉണ്ടായില്ല. ലാസ്റ്റ് ടൈം Sensex delivered negative return was in 2015. What is the impact of this retail investor enthusiasm on valuations? ഈ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആക്ടിവിസം, enthusiasm വിപണിയിലെ വാല്യുവേഷൻസ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ PE റേഷ്യോ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് 18.5 ആണ്. ഇപ്പോൾ നിഫ്റ്റി 25,500 PE 22 മുകളിലാണ്. നിഫ്റ്റി ഈസ് ട്രേഡിംഗ് അറ്റ് അബൌവ് 22 times എസ്റ്റിമേറ്റഡ് FY26 ഏർണിംഗ്സ്. ബ്രോഡർ മാർക്കറ്റിലെ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. സ്മോൾ ക്യാപ്പ് വാല്യുവേഷൻസിന് പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ചില നല്ല ഓഹരികളുണ്ട്, അവയ്ക്ക് കൂടുതൽ വാല്യുവേഷൻസ് ആവാം. എങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിൽ വിപണിയിലെ വാല്യുവേഷൻസ് ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യത. സ്ട്രോങ് ആൻഡ് അബൻഡന്റ് ലിക്വിഡിറ്റി വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ദ മാർക്കറ്റ്. എങ്കിലും നിക്ഷേപകർ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. സേഫ്റ്റി ഫസ്റ്റ് ഷുഡ് ബി ദ സ്ട്രാറ്റജി. സേഫ്റ്റി ഈസ് ഇൻ ക്വാളിറ്റി ലാർജ് ക്യാപ്സ്.